നമ്മളിപ്പോൾ നിൽക്കുന്നത് കാർലോ എക്സിബിഷൻ്റെ മുമ്പിലാണ്. നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ യൂത്തിനും ടീൻസിനൊക്കെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു വിശുദ്ധനാണ്. നമ്മുടെ യുവജനങ്ങളുടെ നമ്മൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഏജിൽ പെട്ടൊരു വിശുദ്ധനാണ്. അപ്പം നമുക്കറിയാം കാർലോയുടെ വലിയൊരു പ്രത്യേകതയായിരുന്നു ദിവ്യകാരുണ്യമായിട്ടുള്ളൊരു കണക്ഷൻ, ഒരു ബന്ധം. അപ്പോൾ ഈ ഒരു എക്സിബിഷനിൽ ദിവ്യകാരുണ്യത്തെയും അല്ലെ കാർലോയെയും അതുമായിട്ട് കണക്ട് ചെയ്യിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ എക്സിബിഷനിൽ കാണാനായിട്ട് സാധിക്കും. അടിപൊളിയായിട്ട് അവർ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോയി കണ്ടിട്ട് വരാം. നമ്മൾ വിശുദ്ധ കാർലോ അക്വിറ്റീസിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. നമുക്കറിയാം ലണ്ടനിലാണ് അദ്ദേഹം ജനിച്ചത്. 15 വയസ്സിലാണ് കാർലോ അക്വിറ്റീസ് മരിക്കുന്നത്. ഈ ഒരു 15 വർഷത്തിനുള്ളിലാണ് ഒരു വിശുദ്ധനാകാനും മാത്രമുള്ള രീതിയിൽ ഒരു ജീവിതം നയിച്ച നമ്മൾ ജീവിക്കുന്ന ഒരു നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ചൊരു വിശുദ്ധനാണ്. അപ്പോൾ നമ്മുടെ യൂത്തിനൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വിശുദ്ധനാണ്. നമുക്കറിയാം കാർലോയുടെ ഏറ്റവും വലിയൊരു 2 പ്രത്യേകതകളെന്ന് പറയുന്നത്, ഒന്ന് സാങ്കേതിക വിദ്യകളൊക്കെ ആയിട്ട് വളരെ അടുത്ത് പെരുമാറിയിരുന്ന, മീഡിയാസ് ഒരുപാട് യൂസ് ചെയ്തിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ദിവ്യകാരുണ്യത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വിശുദ്ധനാണ്. അപ്പോൾ നമ്മുടെ നൂറ്റാണ്ടിൽ നമ്മളെപ്പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ എല്ലാം ഉപയോഗിച്ച് വിശുദ്ധനായ ഒരാളാണ്. അപ്പം നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുമ്പം വിശുദ്ധ കാർലോയെ പോലെ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ യൂസ് ചെയ്ത് വിശുദ്ധനാകാൻ പറ്റും എന്നതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് വിശുദ്ധ കാർലോ. വിശുദ്ധ കുർബാനയുടെ വിവിധ ഭാഗങ്ങളും നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ പ്രാർത്ഥന ചെല്ലുമ്പോൾ അവിടെ എന്തൊക്കെയാണ് അനുസ്മരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് തരുന്ന ഒരു ഏരിയ ആണ് ഇവിടെ.